നമ്മളെല്ലാവരും സ്ത്രീകളല്ലേ. ഇത് സ്ത്രീകൾക്ക് മാത്രം കാണാനുള്ള വീഡിയോ അല്ല, പുരുഷന്മാർക്കും കാണാം. കുറെ ക്വാളിറ്റീസ് ഒക്കെ അവർക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നാലും ഇത് എസ്പെഷ്യലി എന്നെ പോലെയുള്ള സാധാരണ സ്ത്രീകൾക്കുള്ള ഒരു വീഡിയോ കേട്ടോ. നമ്മുടെ ലൈഫിൽ ചില ഹാബിറ്റ്സ് ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിന് വളരെ ബ്യൂട്ടിഫുൾ ആക്കാം. പൊതുവെ ഹൗസ് വൈഫായി ഇരിക്കുന്ന ആൾക്കാർ ഇപ്പം എന്നെ പോലെയുള്ള ഒരുപാട് തലങ്ങളിൽ ബോറടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ലൈഫിൽ എല്ലാം സെയിം രീതിയിലായിരിക്കും ഡേ ടു ഡേ പോകുന്നുണ്ടാവുക. നമുക്കായിട്ടൊരു സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് സന്തോഷം കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് തന്നെ നിങ്ങളിലേക്ക് ഒരു ആത്മവിശ്വാസം വരാനും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് കിട്ടാനും സാധിക്കും കേട്ടോ. വേക്കപ്പ് 10 minutes ഏർലി ദാൻ യൂഷ്വൽ. നമ്മൾ പൊതുവെ എല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുന്നത്, ഇപ്പം ഞാൻ തന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാനുള്ളതാണ്, അപ്പൊ അതിൻ്റെതായ തിരക്കും കാര്യങ്ങൾക്കും ഹറിബറിയൊക്കെ ആയിട്ടായിരിക്കും അല്ലെ. എന്നെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ ജോലിയൊന്നും അങ്ങനെ അധികമായിട്ടില്ല. എന്നാൽ പോലും മക്കൾ 2 ചെറിയ മക്കളായതുകൊണ്ടും രാവിലെ എഴുന്നേൽക്കുന്നതും അവരെ അവർ ഭയങ്കര ഫുഡ് കഴിക്കാനൊക്കെ പാടുള്ള ഒരു കുട്ടികളാണ്. അപ്പൊ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് മോർണിംഗിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെ എഴുന്നേൽക്കുന്ന ഒരു മോർണിംഗ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവൂലേ. കാരണം നമ്മൾക്ക് യൂഷ്വലി ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. ഇപ്പം ഭക്ഷണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും തീറ്റിക്കുക എന്നുള്ളത് നമുക്കൊരു ദിവസം ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ചേ പറ്റുള്ളൂ. ആ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് എന്നെയൊക്കെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. അപ്പം നമ്മളൊരു എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം മക്കളെ എഴുന്നേൽപ്പിക്കുന്നതാണെങ്കിലും കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യുന്നേക്കാളൊക്കെ ഒരു 10 മിനിറ്റ് മുമ്പേ നേരത്തെങ്കിലും എഴുന്നേറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്നിക്കെ പ്രെയർ ചെയ്യാം. ഞാൻ പ്രെയർ ചെയ്യുന്ന ഒരാളാട്ടോ. അല്ലെങ്കിൽ ബുക്സ് റീഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ എഴുന്നേക്കാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, വെറുതെ ഒരു ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് പുറത്തെ കാഴ്ചകൾ നോക്കിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഒരു സോങ് കേൾക്കാം, എന്തായിക്കോട്ടെ. നമ്മൾ എഴുന്നേൽക്കുന്ന ആ ഹറിബറി ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനേക്കാൾ ഒരു 10 മിനിറ്റെങ്കിലും നേരത്തെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കാം ആൻഡ് പീസിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ് നമുക്ക് അന്നത്തെ ദിവസം കണ്ടെത്താൻ പറ്റും നമ്മളെ ലൈഫിന്റെ ഉള്ളിൽ. ഇത് മസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അത് തീർച്ചയായിട്ടും നമുക്കൊരു സുഖം തരും മനസ്സിന്, അല്ലെങ്കിൽ ഒരു സന്തോഷം തരും നമ്മുടെ മനസ്സിന്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് ഗെറ്റ് റെഡി ഫോർ ദ ഡേ. ആ ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ്. ഈ റെഡി ആവുക എന്ന് പറയുന്നത്, നമ്മൾക്ക് ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ തലേ ദിവസമേ എല്ലാം വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കാം. മേ ബി അല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എത്രമാത്രം പ്രിപ്പയർഡ് ആവുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രിപ്പറേഷൻസ് തലേ ദിവസം തൊട്ട് തന്നെ ചിലപ്പോൾ നമ്മളുടെ സെൽഫ് കെയർ ചെയ്യാനായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പല ആൾക്കാരും ഒരുപാട് കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഒരു ഫിലിം കാണാൻ പോകണം, അല്ലെങ്കിൽ എനിക്കൊന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഡ്രോയിങ് ഇഷ്ടമാണെങ്കിൽ വരയ്ക്കാൻ. ഞാൻ ഒക്കെ അങ്ങനെയാട്ടോ. വരയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ 2-3 ദിവസം മുമ്പേ ഒന്നിങ്ങനെ തോട്ടിൽ ഇങ്ങനെ വരും എനിക്ക് വരയ്ക്കണം എന്നുള്ളത്. അപ്പം അതിനായിട്ട് ഞാൻ റെഡി ആവും. അങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റെഡി ഫോർ ദ ഡേ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയാട്ടോ, നമ്മളൊരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ഒരു ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് തലേ ദിവസമേ റെഡി ആവുക, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം, എഴുതി വെക്കാം എന്താണ് ഫുഡ് ഐറ്റംസ്. അത് നമ്മൾ ഒരുപാട് ഹറിബറി ആക്കാതെ നമ്മുടെ ലൈഫിനെ ഭയങ്കര കൂളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ലൈഫിനെ ഹാപ്പി ആക്കുന്ന രീതിയിലാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ദിവസത്തിന് വേണ്ടി റെഡി ആയിരിക്കാം. നാളത്തെ ദിവസം എന്ന് പറയുന്നത് സാധാരണ ഒരു ദിവസം എന്ന് ചിന്തിക്കാതെ നാളത്തെ ദിവസം എനിക്ക് ഇന്നതിനൊക്കെ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ അന്ന് കാണാം, എന്തെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാനാണെങ്കിൽ കേൾക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് നിങ്ങൾ ഓരോ ഡേയിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാണുമ്പോൾ, ഇപ്പൊ നമ്മളൊരു കല്യാണം ഉള്ള ദിവസമാണെങ്കിൽ, നാളെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങൂലേ, ഇല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹാവ് കൈൻഡ് ടോക്ക് വിത്ത് യുവർ സെൽഫ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഭയങ്കര കൈൻഡ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, ഭയങ്കര ദയോടുകൂടിയുള്ള ആൾക്കാർ. ശരിയായിരിക്കും, നമ്മളെല്ലാവരും അങ്ങനെയുള്ളവർ തന്നെയാണ്. പക്ഷെ എത്ര പേര് നമ്മളോട് തന്നെ ഭയങ്കര ദയ കാണിക്കുകയും ഭയങ്കര സഹാനുഭൂതി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലേ? നമ്മളൊക്കെ ലൈഫിൽ നമ്മളോട് തന്നെ ഇത് കാണിക്കാൻ വളരെ പിശുക്കുള്ള ആൾക്കാരാ, അല്ലെ? കാരണം ഒരു ദിവസം നമ്മൾ എത്ര ഹറിബറി ആയിട്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുണ്ടാവുക. ഒരു ദിവസം നമ്മളെ തന്നെ എത്ര ഹേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക, അല്ലെ? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളോടൊന്നും കാണിച്ചില്ലെങ്കിലും
ദയോട് നമ്മുടെ അടുത്തെങ്കിലും സംസാരിക്കാൻ നമുക്ക് നമ്മളോടൊരു ദയാനുഭൂതി തോന്നണം. അത് ആ ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും, നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരും. നമ്മൾ നമുക്ക് തന്നെ ഒരു വില മതിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു സ്പേസ് തരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സെൽഫ് ലവിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ പൊതുവെ നമ്മൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും, നമ്മൾ നമ്മളെ കുറിച്ച് അറിയണം, അതിനെ മനസ്സിലാക്കണം. അതേപോലെ നമുക്ക് നമ്മളോടൊരു ദയ ഉണ്ടാവണം. ഇൻ കേസ് ആക്ഷൻസ് എന്ന രീതിയിൽ ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളോടൊരു ദയോട് സംസാരിക്കാന്നുള്ളതാണ്. പക്ഷെ ആക്ഷൻസ് എന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയട്ടോ. ഇപ്പം എന്റെ ലൈഫിലൊക്കെ മോർണിംഗിൽ എഴുന്നേറ്റ് തൊട്ട് തന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കൊന്നൊരു വീട്ടമ്മ ആയിരിക്കുന്ന ഏതൊരു സ്ത്രീ അങ്ങനെയായിരിക്കും. വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലും കൂടുതലായിരിക്കും. കാരണം വൈകുന്നേരം വരെ ഫുഡ് വരെ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാവുക. എത്ര സ്ട്രെസ്ഡ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടില് രാവിലത്തെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യും കേട്ടോ. കാരണം നമ്മൾ കുട്ടികളുള്ളതുകൊണ്ടും അവരെ കെയർ ചെയ്യുന്നതായതുകൊണ്ടും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ട് എനിക്കില്ല. പക്ഷെ എനിക്ക് രണ്ട് മക്കള് തീരെ ഫുഡ് കഴിക്കില്ല. ഇപ്പൊ സ്കൂൾ പോകുന്നതിനേക്കാൾ മുമ്പേ രണ്ടുപേരും എനിക്ക് ഫുഡ് എങ്ങനെയെങ്കിലും കുറച്ച് കഴിപ്പിക്കണം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര സ്ട്രെസ്ഡ് ആണെന്ന് അറിയോ. പൊതുവെ ഞാനിവിടെ ഷൗട്ട് ചെയ്യുന്ന സമയത്തേക്കല്ല എന്തിനാ ഇത്ര ഷൗട്ട് ചെയ്യുന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേ മൂത്ത ആൾക്ക് ഇപ്പം 7 വയസ്സായി. 7 വർഷമായിട്ടും അവളിൽ നിന്ന് ഞാൻ ഇത് തന്നെയാണ്, അവൾ മാറിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പം രണ്ടാമത്തെ ഒരാൾ വന്നിട്ട് ഇപ്പൊ 2.5 വർഷം ആവണു. അപ്പൊ ആളും ഇത് ഞാൻ ഈ ഒരു പാറ്റേൺ എന്റെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം 8 വർഷം ആവാറായിട്ടോ. അപ്പം അത് എന്നെ എത്രമാത്രം സ്ട്രെസ് ചെയ്യുന്നുണ്ടാവും. മോർണിംഗ് എന്ന് പറയുന്ന സമയം തന്നെ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. കാരണം ഇത് സഫർ ചെയ്യേണ്ട ആലോചിച്ചിട്ട്, ഇത് എങ്ങനെ ഞാൻ ഇവരെ തീറ്റിക്കും എന്നുള്ള ഓർത്തിട്ടോ. അപ്പം നമുക്ക് നമ്മളോട് കുറച്ച് ദയ തോന്നുന്നു പറഞ്ഞാൽ, അപ്പൊ നമ്മൾ ഇത്രയൊക്കെ ഓരോ കാര്യങ്ങൾ സഫർ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് രാവിലെ എല്ലാ പണിയെടുക്കേണ്ടി വരും. അതിനുശേഷം ഇതേപോലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിപ്പിക്കേണ്ടി വരും. അതേപോലെ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാവും. ഉച്ചക്കത്തെ കാര്യം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മളെ പറ്റി ചിന്തിക്കാൻ, നമ്മളോട് ദയ തോന്നാനും എപ്പോഴാ നേരെ ഉള്ളതല്ലേ. അപ്പൊ പക്ഷെ ഒരിക്കൽ ചിന്തിക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ പൊതുവെ ഒരു കാര്യം പറയാം. നമ്മുടെ വീട്ടില് ചുറ്റുപാടും ഇങ്ങനെ പുല്ലൊക്കെ വളരില്ലേ മഴ പെയ്ത് കഴിഞ്ഞാല്. ഇത് മുമ്പൊക്കെ നമ്മൾ തന്നെ കേട്ടോ ഇറങ്ങി പറിച്ച് കളയാ. കാരണം എന്താ വെച്ചാൽ അന്നേരം നമ്മുടെ മുമ്പിൽ തോട്ടമൊന്നുമില്ല, ഒരാളെ ഏൽപ്പിച്ച് ചെയ്യാന്നുള്ളതൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളെ കൊണ്ട് പറ്റും, ചെയ്യണം, നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ടം. കാരണം സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആൾക്കാർക്ക് ഇത് വേഗം കണക്ട് ആവുന്നുണ്ടാവും. പക്ഷെ ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തീരെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പുറത്തിറങ്ങി ചെയ്യാന്ന് പറഞ്ഞ ഒരു സ്പേസോ അല്ലെങ്കിൽ ഒരു ടൈമോ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ആൾക്കാരെ വെക്കാറുണ്ട് അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് മാത്രം. അപ്പം പക്ഷെ അന്ന് ദയ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ എല്ലാ വർക്കും ചെയ്തിട്ട് ചിലപ്പോൾ ഇരിക്കാൻ കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ഈ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ആ ഒരു ദയ നമുക്ക് കാണിക്കായിരുന്നില്ലേ? അന്നേ ആരെങ്കിലൊക്കെ ആക്കിയിട്ട് അത് പുല്ല് പറപ്പിക്കാൻ ആക്കായിരുന്നില്ലേ? അത് ഞാൻ പറഞ്ഞേ, നമുക്ക് എന്തെങ്കിലും നമുക്ക് നമ്മളോട് ചെയ്യാവുന്ന കുറച്ച് ദയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് തരും. നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് തോന്നുന്ന ഒരു സമയമാണ്. നമ്മൾ വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടെന്നല്ല, നമ്മൾ ഇത്രയും ചെയ്തിട്ടും നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യാണ്ട് ഒരു കുറച്ചെങ്കിലും സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതിനാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് സന്തോഷം നൽകും. അപ്രിസിയേറ്റ് ഇൻ എനി വൺ പേഴ്സൺ. നിങ്ങൾക്ക് ആരെയെങ്കിലും ഒന്ന് അപ്രിസിയേഷൻ ചെയ്യുന്നത് അത് നിങ്ങളെയൊക്കെ ഒരുപാട് സന്തോഷം തരും കേട്ടോ. ഞാൻ പൊതുവെ പറയാറുണ്ട്, നമുക്ക് മറ്റുള്ള ആരെയും നിന്നും ഒരു അപ്രിസിയേഷൻ കിട്ടുകയാണെങ്കിൽ, പൊതുവെ ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, ഇപ്പം ഹസ്ബൻഡ് ആയാലും വൈഫ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും അപ്രിസിയേഷൻ ചെയ്യാന്നുള്ളത് അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. അത് അവർക്ക് കുറച്ചും കൂടെ എനർജി തരും. പിന്നെ കുറച്ചും കൂടെ എല്ലാത്തിനും പ്രയത്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നലും അവരുടെ മനസ്സിലുണ്ടാക്കും. അത് ഏതൊരു ഹ്യൂമൻ ബീയിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ അപ്രീസിയേഷൻ ചെയ്യുമ്പം അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, അത് പിന്നെ അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പലരും അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മയായിക്കോട്ടെ, അമ്മ ഉണ്ടാക്കിയ കറി ഇന്ന് സൂപ്പർ ആയിരുന്നു പറയുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പിന്നെ ഒരു കുറേ സമയത്തേക്ക് നമുക്ക് കിട്ടുന്ന സ്നേഹം ഉണ്ടല്ലോ, അതൊരു സ്പെഷ്യലാണ്. കാരണം നമ്മൾ അവരെ കണ്ടു, അവരെ മനസ്സിലാക്കി, അവരെ അറിഞ്ഞ് നമ്മൾ അവരുടെ കൂടെ ഒന്ന് നിന്നു എന്ന് തോന്നുമ്പോൾ അത് നമുക്ക് കിട്ടുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് ആയിരിക്കും. ഇത് നമുക്ക് ഒരുപാട് സന്തോഷം തരും കേട്ടോ. നമ്മൾ ഒരാളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്ക്. ഒരാളുടെ ഒരു വർക്കിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കും. തിരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അതിലും വലുതായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഹറിബറി വർക്കിന്റെ ഇടയിൽ ചിലപ്പം നമ്മളെല്ലാവരും ചിലപ്പോൾ മക്കളെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചിരുമ്പോൾ പോലും എന്നിട്ട് നമ്മൾ വിടും. ഞാനടക്കം ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ അത്രയും ഗതികേടാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളായിട്ട്.
അപ്പൊ ചില സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇവരെന്തെങ്കിലും വന്ന് പറയാം, ആ നല്ലുണ്ട് ശരി ഇപ്പോ ഇങ്ങനെ മാത്രം ഒരു നോർമൽ ടോക്കിൽ നമ്മൾ വിടും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്മായി അമ്മ ആയിക്കോട്ടെ അതിന്റെ വീട്ടിലുള്ള ചില മറ്റു റിലേറ്റീവ്സ് ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു വരുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് ആയിരിക്കും, ഒരു കെയർ ആയിരിക്കും. അത് നമുക്ക് ഒരുപാട് സന്തോഷം തരും കേട്ടോ. എനിക്ക് പോയിന്റ് പറയാനുള്ളത് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഡീക്ലട്ടർ എന്ന്. ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളൊരു ഹൗസ് വാമിങ് കഴിഞ്ഞ് ആദ്യത്തെ വർഷം കാണുമ്പോഴേക്കില്ല പിറ്റത്തെ വർഷം പിന്നെ ഒരു 3-4 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് കുമിഞ്ഞു കൂടുന്ന സാധനങ്ങൾ അത്ര മാത്രമായിരിക്കും. നമുക്കത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷൻസ്, പ്രത്യേകിച്ച് അടുക്കളയിൽ ഉള്ള സാധനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ കാർഡ്ബോർഡ് കാര്യങ്ങളാണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ടോയ്സും അവരുടെ ചെറിയ ചെറിയ പഴയ ഡ്രസ്സുകളും ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുക എന്നുള്ളത് ഇത് നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ. ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ അല്ലെങ്കിൽ വീടിനൊരു വൃത്തി നമുക്ക് ഫീൽ ചെയ്യാത്തൊരവസ്ഥ. വീട് എപ്പോഴും നമ്മുടെ വീടിന്റെ അകത്തുള്ള സാധനങ്ങൾ വളരെ കുറച്ച് രീതിയിൽ മാത്രമാണെങ്കിൽ നമ്മുടെ വീട് വളരെ ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുകയും ചെയ്യും. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യണമെന്ന് പറ്റാതെ അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം എന്ന് അറിയാതെ നമ്മൾ ഭയങ്കരമായിട്ട് പതറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഡീക്ലട്ടർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അതിനേക്കും മന്ത്ലി നിങ്ങളുടെ ലൈഫിൽ വീട് മുഴുവൻ വൃത്തിയാക്കുക അല്ലെങ്കിൽ വീക്കിലി ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് തരുന്ന സന്തോഷം വേറൊരു സന്തോഷം കേട്ടോ. അത് ഓരോ കാര്യങ്ങൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ റൂം കാറ്റഗറൈസ് ചെയ്ത് വൃത്തിയാക്കുക, അല്ലെങ്കിൽ അടുക്കള അങ്ങനെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഡ്രസ് ഐറ്റംസിന്റെ എന്ന രീതിയിൽ അതിനെ നമ്മൾ വീട്ടിൽ നിന്നും മാറ്റുകയാണെങ്കിൽ നമുക്ക് വീട് വളരെ എന്താ പറയണ്ടേ ഇങ്ങനെ അടച്ചുകൂടി ഇല്ലാതെ ഭയങ്കര ക്ലീൻ നീറ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ അത് നമുക്കൊരു സന്തോഷമാണ്. പലപ്പോഴും ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ടോയ്സ് ആയാലും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് തീർക്കാവുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇന്ന് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ വരുന്നുണ്ട് അല്ലെ, ആക്രി പോലത്തെ അങ്ങനെയൊക്കെ കൊടുത്തു തീർക്കാം. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളതിനെ തിട്ടപ്പെടുത്തി അത് കൊടുത്തു തീർക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ സന്തോഷമാണ്. കാരണം വീട് എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീനിൽ വെക്കുമ്പോൾ നമ്മൾ സ്ത്രീകളായിരിക്കുന്ന നമുക്കായാലും ഇനി ആർക്കായി കഴിഞ്ഞാലും ഒരു സന്തോഷമാണ് നമ്മുടെ വീടിനെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനിൽ കാണുന്ന സമയത്ത്. അപ്പൊ ഈ കുമിഞ്ഞുകൂടിയ സാധനങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ജോലി തിരക്കിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ പറയുന്ന കാര്യം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതിനായിട്ട് ഒരു ദിവസം സെലക്ട് ചെയ്യുക, നമ്മൾ ഒരു വീക്കിലി ഒരു പ്രാവശ്യം മന്ത്ലി ഒരു പ്രാവശ്യം അത് സെലക്ട് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മുടെ വീട് നമ്മുടെ റൂമൊക്കെ ഭയങ്കര നീറ്റിലും നമ്മൾ വിചാരിച്ച രീതിയിൽ അടക്കവും ചിട്ടയിലൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്സും സന്തോഷവും കിട്ടും കേട്ടോ. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന പോയിന്റ് എത്ര പേരുടെ ലൈഫിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ചിലപ്പം ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലൈഫിൽ കുറഞ്ഞു വരുന്ന ഒരു കാര്യമല്ലേ. ലൈഫിന്റെ കാഠിന്യം അനുസരിച്ച് കുഞ്ഞുങ്ങള് നമ്മളെ ലൈഫ് ഇങ്ങനെ സ്റ്റേജസ് കയറിക്കൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങളായി അല്ലെങ്കിൽ അവരുടെ പഠിത്തായി അവർ കുറച്ചും കൂടെ വലിപ്പം വെച്ചു. അതിന് കാണുന്ന സമയത്ത് നമ്മളുടെ ലൈഫ് ചുരുങ്ങി ആ വീടിന്റെ അകത്തും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സർക്കിളിൽ മാത്രമാവും നമ്മുടെ കുട്ടികള്, ഹസ്ബൻഡ്, നമ്മുടെ ജോലി എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ഒതുങ്ങൂട്ടോ. അത് നമ്മളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടാവും അല്ലെ. കമന്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളുടെ ആ ഉള്ളിൽ തോന്നുന്നൊരു വികാരം ഇല്ലേ, നമ്മൾ ചിലപ്പോൾ നമുക്കിത് ചിന്തിക്കാൻ പോലും നേരം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഇരുന്നത് ചിന്തിക്കുക, എന്റെ ജീവിതം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്കായിട്ടൊരു സമയമോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഒന്നുമില്ല. അപ്പോൾ ഇൻ കേസ് ചില സമയം നമ്മുടെ കോളേജ് ലൈഫ് ആലോചിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാലങ്ങളോ ആലോചിക്കാം, അല്ലെങ്കിൽ വീടിന് അടുത്തുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേക്കും ശരിയാ ഇവരൊക്കെ ആയിട്ട് വന്ന് ചില്ലടിച്ച് നടന്ന എന്ത് സുഖമായിരുന്നു അല്ലേ എന്നൊക്കെ ചിന്തിക്കുക ആ സമയത്താണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഒട്ടും കൊണ്ടുപോകാത്ത ഒരാളാട്ടോ ഞാൻ. കാരണം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. ഇതിപ്പോ ഈ പോയിന്റ് പറയുമ്പോഴും എനിക്ക് അങ്ങനെ ഫ്രണ്ട് സർക്കിൾ ഇല്ല, ഫ്രണ്ട്സ് എന്ന് പറയുന്ന അങ്ങനെ കണക്ഷൻസ് ഇല്ല. ഇപ്പം ഞാൻ ഇപ്പൊ കുറെ ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്, +2 ആയിക്കോട്ടെ 10th ആയിക്കോട്ടെ എന്നൊക്കെ ഞാൻ അതിലൊക്കെ ആഡ് ചെയ്തോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ എല്ലാ വോയിസും അവർ അയക്കുന്ന മെസ്സേജസും ഒക്കെ കാണും കേൾക്കുകയൊക്കെ ചെയ്യും. അതെന്നെ ഒരുപാട് സന്തോഷം എനിക്ക് തരുന്നുണ്ട് കേട്ടോ, പഴയ ഒരു കാലങ്ങൾ ഓർക്കാനും ഒക്കെ. പക്ഷേ ആരുമായിട്ട് കണക്ട് അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷനേ എനിക്കില്ല കേട്ടോ. കാരണം എന്നെ ആർക്കാണോ ഓർമ്മയുണ്ടാവുക, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെയാണ്, ആരുമായിട്ട് അങ്ങനെ
പെട്ടെന്ന് മിങ്കിളായ ഒരാളല്ല, ആർക്കും പ്രത്യേകിച്ച് ഓർക്കാനുള്ള ഒരു പേഴ്സൺ ആയിരിക്കില്ല ഞാൻ എന്നുള്ള ഒരു ബോധ്യം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ചില സമയത്ത് ഞാൻ വിചാരിക്കുന്ന ചിന്തിക്കുന്ന കാര്യം ആയിരിക്കില്ല അവരുടെ ഉള്ളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരിക്കാം ഞാൻ. പക്ഷെ എന്റെ ചിന്തയിൽ ഞാൻ ആരെടുത്തും അങ്ങനെ കൂടുതലൊരു ക്വാളിറ്റി ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്പേസ് അവരുടെ ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയെന്ന് എനിക്കറിയില്ല. എന്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എനിക്ക് എന്റെ ലൈഫിൽ വലിയൊരു ഫ്രണ്ടാണ്. അപ്പം എനിക്ക് ആള് തന്നെയാണ് ഡെയിലി കോള് വിളിക്കാനും സംസാരിക്കാനും ഒക്കെ എന്ന് പറയുന്നത് എന്റെ പാർട്ട്ണർ തന്നെയാണ്. അതിലുപരി ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്റെ ലൈഫിലില്ല. പക്ഷെ എനിക്ക് ഫ്രണ്ട് പോലെയാണ് എന്റെ പാർട്ട്ണർ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലായ്മ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് വിഷമമായി തോന്നുന്ന സമയത്ത് ഞാൻ ആൾക്ക് വോയിസ് അയക്കാം, ആളെ വിളിക്കാം, സംസാരിക്കാം, ഞാൻ അത് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ എന്റെ വിഷമം പറഞ്ഞു തീർക്കുക എന്നുള്ളത് വളരെ അധികം ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു എന്റെ ഫ്രണ്ട് ഒരു ബേസിൽ നിൽക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവാം. അല്ലെങ്കിൽ ചില സമയത്ത് ഇരുന്ന് പോകുമ്പോഴായിരിക്കും ചിന്തിക്കുക. ചില ആൾക്കാർ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വളരെ വാല്യൂ കൊടുത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ഒരുപാട് ലൈഫിന്റെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ലൈഫ് പോകുന്ന ഒരു സ്റ്റേജിൽ ഇതൊക്കെ വിട്ടുപോയ ആൾക്കാരായിരിക്കും. അതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഈ കോണ്ടാക്ട്സ് ഒക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരൊക്കെ കോൾ ചെയ്യാം, സംസാരിക്കാം. കാണണമെന്ന് ഞാൻ ഇപ്പോൾ എപ്പോഴും എല്ലാവർക്കും എപ്പോഴും പോയിട്ട് കാണാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ ചിലപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കില്ല, ദൂരെയൊക്കെ ആയിരിക്കും. കോൾ ചെയ്ത് സംസാരിക്കാമല്ലോ. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടും, ഒരു ഹാപ്പിനെസ് നമ്മുടെ ലൈഫിലേക്ക് വരും. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും. ഈ പറഞ്ഞ പോലെ എന്നെ പോലെയുള്ള ചില ആൾക്കാരുണ്ടാവും, അധികം ഫ്രണ്ട്സ് അന്നേരെ കണക്റ്റഡ് അല്ലാത്ത ആൾക്കാരായിരിക്കും. ഒരു തന്നെ ജീവിതം ജീവിച്ച ആൾക്കാർ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഫ്രണ്ട്സ് ആണ്. പക്ഷെ അതിൽ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ചില ആൾക്കാരുണ്ടാവും. അവരോടത്ത് ഇപ്പം പറയാം, നമ്മളിപ്പം മുന്നോട്ടേക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനുണ്ടാവും. ചിലപ്പോൾ ലൈഫിൽ വർക്ക് ചെയ്യുന്നിടത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അയൽവക്കത്തിലായിരിക്കും. ഇപ്പോൾ വീട്ടമ്മ പറയുന്ന അയൽവക്കത്തുള്ള ആൾക്കാരായിരിക്കാം. ഒരു കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അതിന് വിട്ടപ്പുറത്ത് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് സന്തോഷം തരാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ്, അതിന് കീപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരു വലിയ സന്തോഷം തരുന്ന കാര്യം കേട്ടോ. റീഡ് ബുക്ക് വായിക്കുക എന്നുള്ളത് പലപ്പോഴും പലരും മറന്നു പോയിട്ടുള്ള കാര്യമായിരിക്കും. ചില ആൾക്കാർക്ക് ആ ഭാഗത്തേക്ക് ഇൻട്രസ്റ്റേ ഉണ്ടാവില്ല. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ്. പിന്നീട് നമുക്കത് വേണ്ടാതെ വെക്കാൻ തോന്നൂല കേട്ടോ. കാരണം നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ, അത് വേറൊരു രസാട്ടോ. പിന്നെ നമുക്ക് പിന്നെയും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കാൻ തോന്നും കേട്ടോ. കൂടുതലും റീഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നോവലും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുക. എല്ലാ റീഡിങ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വിജയത്തിന്റെ രഹസ്യം അങ്ങനെയുള്ള കുറെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു ഊർജ്ജം കിട്ടും നാളെ ജീവിക്കുക എന്നുള്ളത്. അത് മണി ബേസ്ഡ് ആയിട്ടുള്ള ബുക്ക് ഉണ്ടാവും. അതിനെ വായിക്കാൻ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, എല്ലാം വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ നോവൽ കാര്യങ്ങൾ വായിക്കുക. അത് നമുക്ക് കുറച്ചും കൂടെ കണക്ട് ആവും, കുറച്ചും കൂടി ഇഷ്ടം തോന്നും. ആദ്യം വായിക്കുമ്പോൾ കുറച്ചും കൂടി കുഞ്ഞു കുഞ്ഞു കഥകളും സ്റ്റോറീസും നോവൽസും വായിക്കുമ്പോൾ നമുക്ക് അതിനോട് ബുക്കിനോട് ഒരു ഇഷ്ടം തോന്നും. അപ്പൊ റീഡിംഗ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് തരാനും സന്തോഷം തരാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ റീഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോ ഫോണിൽ ചില ആൾക്കാർ കേൾക്കുന്നതല്ല, ബുക്ക് എടുത്ത് റീഡ് ചെയ്യുക എന്നുള്ളത് അതൊരു വേറൊരു ഫീലിങ്സ് ആണ്, വേറൊരു സന്തോഷമാണ്. നമുക്ക് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ചൊരു 6 പോയിന്റ്സ് ആണ് ഇപ്പൊ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ എന്റെ ലൈഫിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ചിലതൊക്കെ എന്റെ ലൈഫിൽ ഇല്ല, അത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ ദിവസം നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യലും, അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.